ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ പുതിയ വഴിത്തിരിവ്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. മുൻനിര മാധ്യമങ്ങളിലെ വാർത്തകൾ വിശ്വസിച്ച് ധർമ്മസ്ഥലയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു. കേസന്വേഷണം പുരോഗതി അറിയിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ നടത്തിയിരുന്നത്. അതിനിടെ നമ്മുടെ മുൻനിര മലയാള മാധ്യമങ്ങൾ അവിടെ പോയി അന്വേഷണം നടത്തി എന്ന് പറഞ്ഞ് ഡീഗി അങ്ങ് 400-ലധികം കൊലപാതകങ്ങൾ മലയാള പെൺകുട്ടിയെ പോലും കുഴിച്ചുമൂടി ഇങ്ങനെ ദിവസേന പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് സത്യങ്ങൾ കുഴിമൂടി പുറത്തുവരുമെന്നായിരുന്നു. എന്നാൽ അവസാന അന്വേഷണ പുരോഗതിയിൽ തെളിഞ്ഞത് അവിടെ കുഴിച്ചുമൂടപ്പെട്ടിരുന്ന സത്യങ്ങളായിരുന്നില്ല എന്നതാണ് വസ്തുത. അവിടെ കുഴിച്ചുമൂടപ്പെട്ടത് പെരും നുണകളായിരുന്നു, കെട്ടിച്ചമച്ച കഥകളായിരുന്നു. മുൻ ശുചീകരണ തൊഴിലാളിയെ ചിന്നയ്യെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. ചിന്നയ്യ നടത്തിയ ആരോപണങ്ങൾ വ്യാജമാണെന്നും അദ്ദേഹം നൽകിയ തലയോട്ടി അത് പുരുഷന്റേതാണെന്നും SIT കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ വിശദമായ ചോദ്യം ചെയ്യലിൽ ആ തലയോട്ടി ധർമ്മസ്ഥലയിലുള്ളതല്ലെന്നും വേറൊരു സ്ഥലത്ത് നിന്ന് സംഘടിപ്പിച്ചതാണെന്നും ചിന്നയ്യ SITക്ക് മൊഴി നൽകിയിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെന്നും പ്രശസ്തി എന്ന ലക്ഷ്യത്തോടാണ് ഈ വ്യാജ ആരോപണങ്ങൾ നടത്തിയതെന്നുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം സുജാത ഭട്ട് എന്ന സ്ത്രീ തന്റെ മകൾ അനന്യ ഭട്ട് 2003 കാണാതായി എന്ന് പറഞ്ഞൊരു പരാതി കൂടിയുണ്ട്. ആ പരാതിയും ഇപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. SIT അന്വേഷണത്തിൽ 2003 അനന്യ MBBS പഠിച്ചെന്ന് പറഞ്ഞ KMCയിൽ അന്വേഷണം നടത്തിയപ്പോൾ അനന്യ എന്ന പേരിൽ MBBS അഡ്മിഷൻ ഉണ്ടായതായി ഒരു റിപ്പോർട്ടും ലഭിച്ചില്ല. 2003 അനന്യ ഭട്ട് കാണാതായിട്ട് എന്തുകൊണ്ട് 22 വർഷമായിട്ടും ഒരു പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇവിടെ പ്രശസ്തമാവുന്നത് ഇപ്പോഴാണ്. പക്ഷേ നമ്മളോ മുൻനിര മാധ്യമങ്ങളോ ഈ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? അതിന് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിക്കാനോ ഫാക്ട് ചെക്ക് ചെയ്യാനോ നമ്മൾ അതിൽ നിന്നില്ല. എന്തിന് മുൻനിര മാധ്യമങ്ങൾ പോലും നിന്നില്ല. അതിനു പകരം അവർ അവിടെ പോയി പല അന്വേഷണങ്ങൾ നടത്തി തെളിവുകൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് പുതിയ ഓരോ സെൻസേഷണൽ വാർത്ത ഓരോ ദിവസം അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എവിടെ അവർ ആ സമയത്ത് പോയി അന്വേഷിച്ച് കണ്ടെത്തി തെളിവുകളൊക്കെ എവിടെ പോയി? ട്രെൻഡിനൊപ്പം പുതിയ സെൻസേഷണൽ ന്യൂസുകൾ ഉണ്ടാക്കലാണോ മുൻനിര മാധ്യമങ്ങളുടെ മാധ്യമധർമ്മം? ഇങ്ങനെയാണ് മുൻനിര മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഓരോ വാർത്തകൾ കാണും? എങ്ങനെ വിശ്വസിക്കും ഓരോ ന്യൂസുകളായി? SIT അന്വേഷണത്തിലെ പ്രമുഖർ അട്ടിമറിക്കുന്നു എന്നും കുഴിച്ചപ്പോൾ പലയിടങ്ങളിൽ നിന്നും അസ്ഥികൾ കിട്ടിയെന്നും എന്നിങ്ങനെ തലക്കെട്ടുകളോടെ പുതിയ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ അന്വേഷണ ഘട്ടങ്ങളിൽ മനുഷ്യ അസ്ഥികളെ സ്ഥിരീകരിക്കപ്പെട്ടത് ഒരു പുരുഷന്റെ മാത്രം. അതിലും ആത്മഹത്യാ സാധ്യതയാണ് പറയുന്നത്. മറ്റുള്ള അസ്ഥികൾ മൃഗങ്ങളുടെ അസ്ഥികളാണെന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പലയിടത്തു നിന്നും കിട്ടിയ കുറെ അധികം അസ്ഥികളൊക്കെ എവിടെ പോയി? ഇവർ തന്നെയല്ലേ അന്വേഷണം നടത്തി 100-ലധികം ആളുകളുടെ മിസ്സിംഗ് എല്ലാം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവര് നടത്തിയ അന്വേഷണ റിപ്പോർട്ടെല്ലാം കള്ളമാണെന്നല്ല തെളിയിക്കുന്നത്. അതോ ബാക്ക് റേറ്റിംഗ് പിടിക്കാൻ വേണ്ടി കള്ള ന്യൂസുകൾ അടിച്ചു വീടുവാണ് നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ. ഇതിനിടയിൽ ABC മലയാളം ന്യൂസ് ഓൺലൈൻ ചാനൽ പറയുന്നതനുസരിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പേരിൽ ഒരാൾ നടത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ധർമ്മസ്ഥല ട്രസ്റ്റ് കണ്ടെത്തിയയാളെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നും കൂടാതെ ആ പ്രദേശത്ത് വ്യാജ മദ്യ ലോബി ഉണ്ടെന്നും ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഇവർക്കെതിരെ പ്രകടനവും നടന്നുവെന്നും പറയുന്നു. അതുകൊണ്ട് വ്യാജ മദ്യ ലോബിയും ട്രസ്റ്റിനെതിരെ തിരിഞ്ഞുവെന്നും അവരെ പിന്തുണച്ച് മറ്റു ലോബികളും ചേർന്നുവെന്നാണ് അവരുടേതായ വിലയിരുത്തൽ. കൂടാതെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ദൈത്തനാടി എന്ന സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നും അവിടെയുള്ള ചിലർക്ക് അവരുടെ മൂക്കിന് താഴെ വലിയ ഹിന്ദു ക്ഷേത്രമുള്ളത് ഇഷ്ടമല്ല എന്ന കമ്മ്യൂണിറ്റി ടെൻഷൻ ആംഗിളും പിന്നെ ധർമ്മസ്ഥല പ്രദേശത്തെ സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ബ്ലേഡ് പലിശയ്ക്ക് പൈസ എടുത്തിരുന്നത് വെളുത്തനാടി പ്രദേശത്തുള്ള ആളുകളുടെ അടുത്തു നിന്നാണെന്നും ഈ പശ്ചാത്തലത്തിൽ ധർമ്മസ്ഥല ട്രസ്റ്റ് FKDRDP ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് വഴി വനിതാ സ്വയസഹായ സംഘങ്ങൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി പലിശരഹിത വായ്പ കൊടുത്തുവെന്നും ഇത് ബ്ലേഡ് മാഫിയ തകർത്തു എന്നും ഇതുമൂലം ബ്ലേഡ് മാഫിയയ്ക്കും പൈസയും പ്രലോഭനങ്ങൾ നൽകി മതപരിവർത്തനം നടത്താനും സാധിക്കാതെയായി. അപ്പോൾ അവരെല്ലാം ഒത്തുചേർന്ന് ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കിയതാണ് എന്നും ABC മലയാളം ന്യൂസ് ചാനൽ പറയുന്നു. ഇതെല്ലാം സത്യമാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് തീർച്ചയായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്താണ് സത്യം? അത് SITയുടെ അന്തിമ റിപ്പോർട്ടുകളും കോടതി രേഖകളും പുറത്തുവന്നാൽ മാത്രമേ പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം.